Hi, hello everyone. Welcome back to Xylem Learning. My name is Arunima. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം ഡേയും നൈറ്റും നമ്മൾ എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ അമേസിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മുടെ പ്ലാനറ്റും അതേപോലെ നമ്മുടെ ഏർത്തിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏർത്ത് ആണ്. നമ്മൾ ബ്ലൂ പ്ലാനറ്റ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയെ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഭൂമിയിൽ ഡേയും നൈറ്റും ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വാട്ട് കോസ് ഡേ ആൻഡ് നൈറ്റ്? എന്താണ് നിങ്ങളുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? രാവും പകലും അനുഭവപ്പെടുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ അല്ലെ എന്നെ ഇപ്പൊ നല്ല രസത്തിൽ കാണുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എന്നെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്താ, എന്റെ മുഖത്തേക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? വെളിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? എന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. കാരണം എന്താ, ആ ഭാഗത്തേക്ക് വെളിച്ചം എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കാണാൻ സാധിക്കുന്ന. ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ലൈറ്റ് അടിക്കുന്നുണ്ട്. ആ ലൈറ്റ് തൽക്കാലം നിങ്ങൾ സണ്ണാണെന്ന് വിചാരിക്കുക. അപ്പൊ സണ്ണിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണല്ലോ. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗമാണോ സണ്ണിനെ ഫേസ് ചെയ്യുന്നത് ആ ഭാഗം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ തന്നെ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ കറങ്ങാണേ, കറങ്ങിതാ ഇപ്പൊ ഇങ്ങനെ എത്തി എന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ റൊട്ടേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഏത് ഭാഗത്താണോ ലൈറ്റ് വരുന്നത്, അതായത് സണ്ണിന്റെ ലൈറ്റ് കിട്ടുന്നത്, ആ ഭാഗത്ത് എന്താണ് ഈ പറഞ്ഞതുപോലെ ഡേ കിട്ടും. ഓപ്പോസിറ്റ് സൈഡിൽ എന്തും കിട്ടും? ഡാർക്ക് ആയിട്ട്, അതായത് നൈറ്റും കിട്ടും. നോക്കിക്കേ, ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓൺ ദ എർത്ത്, അല്ലെ, റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ദ എർത്ത് റൊട്ടേറ്റ്സ് വൺസ് എവറി 24 hours. അപ്പൊ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? രാവും പകലും അനുഭവപ്പെടുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എവറി പാർട്ട് ഓഫ് ദ പ്ലാനറ്റ് എക്സ്പീരിയൻസ് എ പീരീഡ് ഓഫ് ഡേ ലൈറ്റ് ആൻഡ് എ പീരീഡ് ഓഫ് ഡാർക്ക്നെസ് ഇൻ ദ ടൈം ഫ്രെയിം. As the earth rotates, different parts of the earth are exposed to sun's light. When a particular location is facing the sun, it experiences daylight. When it turned away from the sun, it experiences night. Clear ആണോ? അപ്പൊ എങ്ങനെയാണ് ഡേയും നൈറ്റും ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ ഡേയും നൈറ്റും മാത്രമാണോ ഉള്ളത്? അതായത് റൊട്ടേഷന്റെ ഫലമായിട്ട് നമുക്ക് ഡേയും നൈറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ അല്ലെ കുറേ കാര്യങ്ങൾ ഭൂമിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സീസൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സീസൺസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് സീസൺ ഉണ്ട്, സമ്മർ സീസൺ ഉണ്ട്, ഓട്ടം സീസൺ ഉണ്ട്, വിന്റർ സീസൺ ഉണ്ട്. എന്താണ് ഈ സീസണിന്റെ കാരണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സീസൺസിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണ്? ദ 4 seasons, spring, summer, fall and winter, follow one another regularly. Each has its own light, temperature, weather pattern and repeat yearly. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറിലും വെതറിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ എന്താണ് ഈ സീസണിന്റെ കാര്യം എന്ന് പറയുന്നത്? സീസണിന് പിന്നിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് റൊട്ടേഷൻ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താണ്? റെവല്യൂഷൻ ഓഫ് എർത്ത്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അല്ലെ. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതായത് സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഭൂമി സൂര്യനെയും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ചാനലിൽ പോയിട്ട് ആ വീഡിയോസ് കൂടെ കൃത്യമായിട്ട് കാണുക. നമ്മുടെ CBSE ചാനലിൽ നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതും എല്ലാ സബ്ജക്റ്റിൻ്റെയും മാത്സിലുള്ള വീഡിയോസ് ഉണ്ട്, ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, ഹിന്ദിയുടെ വീഡിയോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സസും ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ കൃത്യമായിട്ട് കാണുക. അതേപോലെ തന്നെ അല്ലെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഡിഫറെന്റ് സീസൺസും കാര്യങ്ങളും ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? യെസ്, എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതുപോലത്തെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു സൈലം ക്ലാസ് 5 CBSE ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സീ ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.